അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ബഹുനിരാകുന്ന ഉസ്താദ് അവറുകൾ അബ്ദുൽ നാസർ മഅദിനി ഉസ്താദ്, അള്ളാഹു ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ധാരാളം കാലം ദീനിന് സേവനം ചെയ്യാനുള്ള ഹിമ്മത്ത് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ രോഗങ്ങളെല്ലാം അള്ളാഹു ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രയും പെട്ടെന്ന് പരിപൂർണമായ മോചനം അള്ളാഹു ഈ രാവിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ ഒരുമിച്ച് കൂടി ആയിരങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നസീബാക്കുമാറാവട്ടെ. എല്ലാ ഉമ്മമാരും എല്ലാ ഉപ്പമാരും ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളും ഉസ്താദ് അവറുകൾക്ക് വേണ്ടി നിർബന്ധമായും പ്രാർത്ഥനയിൽ ഒരു ഇടം കണ്ടെത്തണമെന്ന് ഓർമ്മപ്പെടുത്തുക. കാരണം ഉസ്താദ് ഒരു കാലഘട്ടത്തിൽ നേരത്തെ ബിലാൽ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വന്നതുപോലെ ഖുർആനും അതുപോലെ തന്നെ ഹദീസും ഒക്കെ കേട്ടുകൊണ്ട് ഉസ്താദ് അവറുകളുടെ പ്രഭാഷണമൊക്കെ കേട്ട് ബഹുമാനപ്പെട്ട ശൈഖുന കെ.പി. ഉസ്താദിൻ്റെ ആശീർവാദത്തോടുകൂടി ദീനിലേക്ക് കടന്നു വരാൻ സൗഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ബിലാൽ. അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അദ്ദേഹം അടക്കം എത്ര ആളുകളെ പരിശുദ്ധമായ ദീനിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം ഇന്നിവിടെ സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കൽബിൽ നിന്ന് കൽബിലേക്ക് പറിച്ചു വെച്ചൊരു പ്രസംഗമായിരുന്നു അദ്ദേഹം ഇവിടെ നടത്തിയത്. നല്ലൊരു പ്രഭാഷണം, ഹൃദ്യമായ പ്രഭാഷണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് അത്രത്തോളം സ്നേഹവും വാത്സല്യവും ഉസ്താദുമായും ശൈഖുനയുമായും നമ്മുടെ ഈ സ്ഥാപനവുമായും ഉണ്ട് എന്നുള്ളത് ആ പ്രഭാഷണത്തിലുടനീളം നിഴലിക്കുകയാണ്. അത് നമുക്ക് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു കാലഘട്ടത്തിൽ 95 കാലഘട്ടങ്ങളിൽ 90 കാലഘട്ടങ്ങളിൽ ഉസ്താദ് അവറുകൾ പറഞ്ഞത് ഇന്ന് പലരും ഉറക്കെ പറഞ്ഞ് തുടങ്ങുന്നതേയുള്ളൂ എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ നാടിന് വേണ്ടി, നാടിൻ്റെതാകുന്ന സുസ്ഥിരതയ്ക്ക് വേണ്ടി, നല്ല ഒരു ഭരണത്തിന് വേണ്ടി, സംവിധാനത്തിന് വേണ്ടി, നമുക്കെല്ലാവർക്കും ആയുരാരോഗ്യത്തിന് വേണ്ടി, സിഹത്തിന് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താദുമാർ, പട്ടാമ്പി ഉസ്താദും ബഹുമാനപ്പെട്ടതാകുന്ന ശൈഖുന ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാർ, നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ അഭ്യുതകാംക്ഷികളാകുന്ന ആളുകൾക്ക് വേണ്ടി, നമ്മുടെ പ്രവർത്തകർക്ക് വേണ്ടി, ഇവിടെ ഒരുമിച്ച് കൂടിയതാകുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി, ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അന്തേവാസികൾക്ക് വേണ്ടി, ഇവിടെ ഒരുമിച്ച് കൂടിയതാകുന്ന മുഴുവൻ സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാവരും പരസ്പരം ദുആ ഇരക്കണം. ഏറ്റവും വലിയ ദുആ ഒരു സഹോദരൻ അവൻ്റെ അദൃശ്യതയിൽ മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നോമ്പുകാരൻ നോമ്പിലായിക്കൊണ്ട് ദുആ ചെയ്താൽ അതിന് ഇജാബത്തുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന വേളയിൽ പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേകം ഉത്തരമുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 40 ആൾ കൂടുന്നിടത്ത് ഇജാബത്തിൻ്റെ ഒരു അഹ്ലുകാരൻ ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോൾ നല്ല മാസത്തിലും നല്ല സന്ദർഭത്തിലും നല്ല സമയത്തും ആലിമീങ്ങളുടെയും മുതഅല്ലിമീങ്ങളുടെയും സജ്ജനങ്ങളുടെയും സഹോദര സഹോദരിമാരുടെയും വിശ്വാസിനികളെല്ലാവരും നോമ്പ് പിടിച്ചുകൊണ്ട് വിശുദ്ധമായ റമദാനിൽ പവിത്രമായ ഒരു രാവ് സാക്ഷിയാക്കി ദുആഇന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സത്യത്തിൽ ഉത്തരം ഉറപ്പാണ് എന്നർത്ഥം. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നതും നമ്മൾ ആമീൻ പറയുന്നതുമൊക്കെ നല്ല ഒരു താല്പര്യത്തിലായിരിക്കണം. ഇഖ്ലാസ് ഉണ്ടാവണം. പരിപൂർണമായി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി വേണം എല്ലാ സഹോദര സഹോദരിമാരും ഈ സദസ്സിൽ നിലകൊള്ളാൻ. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഞാൻ നീട്ടുന്നില്ല. ലൈലത്തുൽ ഖദ്ർ ആണ് നമുക്കിന്ന് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുന്ന വിഷയം. വളരെ പവിത്രമായ രാവാണല്ലോ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട 1-2 വിഷയങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണേ നിങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന അനുയായികളെ വിളിച്ചു ചേർത്തുകൊണ്ട് അവർക്കായി ഒരു മനോഹരമായ ചരിത്രം പറഞ്ഞു കൊടുത്തു. ഇസ്രായേലി ജനതയിലുള്ള 1000 മാസത്തോളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരൊട്ടകത്തിൻ്റെ താടിയെല്ലുകൊണ്ട് യുദ്ധം ചെയ്തതാകുന്ന ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഉറക്കെ പറയും, ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു. നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, ആദരിക്കേണ്ടവരെ ആദരിക്കണം. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അതാ. തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറഹുല്ലാഹ്. അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക, അള്ളാഹു നിന്ദിച്ചവരെ നിന്ദിക്കുക. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അത് നിർബന്ധമാണ്, അദബാണ് നമുക്ക് വേണ്ടത്. ലൈസൽ യതീമുല്ലദീ ഖദ് മാത വാലിദുഹു ബലിൽ യതീമു യതീമുൽ ഇൽമി വൽ അദബി.
ലൈസൽ യതീമുല്ലദീ ഖദ് മാത വാലിദുഹു. യഥാർത്ഥ യതീമെന്ന് പറയുന്നവൻ വാപ്പ മരിച്ചതാകുന്ന അൻവാർ ശേരിയുടെ യതീംഖാനയിൽ പഠിക്കുന്നതാകുന്ന ഒരു വിദ്യാർത്ഥിയല്ല. യഥാർത്ഥമാകുന്ന യതീമെന്ന് പറയുന്നത് ബലിൽ യതീമുല്ലദീ യതീമുൽ ഇൽമി വൽ അദബി. ഇൽമും അദബും പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയതാകുന്ന വ്യക്തി ആരുണ്ടോ അവരാണ് യഥാർത്ഥമാകുന്ന യതീം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ആദ്യം വേണ്ടത് നമുക്ക് അദബാണ്. യതീം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ യതീം വാപ്പയില്ലാത്തവനല്ല. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പണ്ഡിതന്മാർ പറയുന്നു യഥാർത്ഥ യതീം എന്ന് പറയുന്നത് ബലിൽ യതീമു യതീമുൽ ഇൽമി വൽ അദബി. ഇൽമും അദബും നഷ്ടപ്പെട്ടു പോയവനാണ്, ഇല്ലാത്തവനാണ് യഥാർത്ഥ യതീം. അവനാണ് അനാഥൻ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് ഉറക്കെ പറഞ്ഞു ശംഉൽ ഗാസി റളിയല്ലാഹു അൻഹു, അത് നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം പോവും, എല്ലാം നഷ്ടപ്പെട്ടു പോകും. ബഹുമാനപ്പെട്ടതാകുന്ന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു താബികളിൽ പ്രമുഖനല്ലേ, സയ്യിദു താബിഈൻ ശഫീഉനാ റസൂലുള്ളാഹി. താബിഈങ്ങളിൽ പ്രമുഖനായ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ യമനിലെ ഖർൻ എന്ന ദേശത്തിൽ ജീവിച്ചിരുന്ന വലിയ മനുഷ്യനാണ് ബഹുമാനപ്പെട്ടതായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. മാതാവിനെ ഖിദ്മത്തെടുത്തുകൊണ്ട് നിലകൊള്ളുകയാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. പരിശുദ്ധ പ്രവാചകൻ മദീനയിൽ ജീവിച്ചിരിക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഒരേ കാലഘട്ടത്തിലുള്ള വ്യക്തിയാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല. എന്തേ കാരണം? തന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള അദബ്, ഉമ്മയുടെ പൊരുത്തം കിട്ടണം, ഉമ്മയുടേതാകുന്ന പൊരുത്തം വേണം. രോഗശയ്യയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട മാതാവിനെ നോക്കിക്കൊണ്ട് നിലകൊള്ളവേ പരിശുദ്ധ പ്രവാചകരുടെ തിരുചാരത്തെത്തിക്കൊണ്ട് മുത്തുനബിയുടെ കൈപിടിച്ചുകൊണ്ട് പ്രവാചകരുടെ ചാരത്ത് ഒരു വേള നിന്നിരുന്നെങ്കിൽ സ്വഹാബി എന്ന ഉന്നതമായ പദവിയിലേക്ക് എത്താമായിരുന്നു. പക്ഷെ പോകാനുള്ള അവസരം അദ്ദേഹത്തിന് അല്ലാഹു നൽകിയില്ല. തന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ളതാകുന്ന വലിയ താല്പര്യവും ഉമ്മയോടുള്ള അദബ് വെച്ചുകൊണ്ട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഖർൻ എന്ന ദേശത്തിൽ ഉമ്മാക്ക് ഖിദ്മത്തെടുത്തുകൊണ്ട് അദബ് പാലിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ടതായ മദീനയിൽ നിന്ന് ഖർൻ എന്ന പട്ടണത്തിലേക്ക് ആരെങ്കിലും വന്നോ എന്നറിയാൻ എല്ലാ ദിവസവും ബഹുമാനപ്പെട്ടവർ സമയം നിശ്ചയിച്ച ഖർൻ എന്ന പട്ടണത്തിലേക്ക് ചെന്നുകൊണ്ട് ചോദിക്കും, ഹൽ മിൻ മദീന, നിങ്ങളിൽ ആരെങ്കിലും പുണ്യമാക്കപ്പെട്ട മദീനയിൽ നിന്ന് ഇവിടേക്ക് വന്നവരുണ്ടോ? ഉടനെ ജനങ്ങളിൽ ആരെങ്കിലും പറയുകയാണ് നഅം, ഉണ്ട് എന്നറിയിപ്പ് ലഭിച്ചാൽ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഹൽ റഅയ്ത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ട് എന്ന് പറഞ്ഞാൽ യുഖബ്ബിലു ബൈന ഐനൈഹി, രണ്ട് കണ്ണിനിടയിൽ ചുംബിച്ചുകൊണ്ട് പ്രവാചകരോടുള്ള അടങ്ങാത്ത അനുരാഗത്തിന്റെ അലമാലകൾ ബഹുമാനപ്പെട്ടവർ തീർക്കുമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. പരിശുദ്ധ പ്രവാചകരെ കണ്ട വ്യക്തിയെ നേരിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെതാകുന്ന രണ്ട് കണ്ണുകൾക്കിടയിൽ നെറ്റിത്തടത്തിൽ ചുംബനമർപ്പിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ലോകത്തിന് കാണിച്ചു തന്നു ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. അത്രയേറെ പ്രവാചകനോടുള്ള അനുരാഗമുണ്ടായിട്ട് പോലും തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയോടുള്ള അദബ് വെച്ചതിൻ്റെ പേരിൽ രോഗശയ്യയിൽ കിടക്കുന്ന മാതാവിന് പരിപൂർണമായി ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് നിലകൊണ്ടതിൻ്റെ പേരിൽ മുത്തുനബിയെ കണ്ടുകൊണ്ട് സ്വഹാബി എന്ന സമുന്നതമായ ഒരു പദവിയിലേക്ക് എത്താൻ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന് സാധിച്ചില്ല. പക്ഷെ ബഹുമാനപ്പെട്ടവർ വലിയ സ്ഥാനമാണ് അല്ലാഹു നൽകിയത്. സയ്യിദു താബിഈൻ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു.
സ്വഹാബത്ത് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠതയുള്ള വിഭാഗമാണ് ആര്? താബിഈങ്ങൾ. അവരുടെ നേതാവാണ് ആര്? ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. അതെങ്ങനെ നേടിയെടുത്തു? അദബും ഗുരുത്വം കൊണ്ട് നേടിയെടുത്തതാണ്. ഉമ്മാക്ക് ഖിദമത്ത് എടുത്തുകൊണ്ടു. ഉമ്മയെ വിട്ടിട്ട് പോയാൽ മദീനയിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഉമ്മയുടെ കാര്യം നോക്കാൻ വേറെ ആരുമില്ല. ആ ഒരു സിറ്റുവേഷനാണ്. പഠിച്ചു വെക്കണേ. അതുകൊണ്ട് യതീം എന്ന് പറയുന്നത് ലൈസൽ യതീമുല്ലദീ ഖദ് മാത വാലിദുഹു ബലിൽ യതീമു യതീമുൽ ഇൽമി വൽ അദബി. അദബ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഒരു മദ്രസയിൽ ആദ്യം കൂട്ടക്ഷരം പഠിപ്പിക്കുമ്പോൾ എന്താ ആദ്യം പഠിപ്പിക്കുന്നത്? അദബുൻ. അതാണ് ആദ്യം പഠിപ്പിക്കുന്ന വാക്ക്. അല്ലേ അബ്ദുസ്സലാം ഉസ്താദേ? ശരിയല്ലേ? അബ്ദുസ്സലാം ഉസ്താദ് ഒരുപാട് പേർക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നതാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അലിഫും ബാവും താവും ആണെങ്കിൽ അബത്തുൻ എന്നല്ലേ ആദ്യം പഠിപ്പിക്കേണ്ടത്? നമ്മളങ്ങനെയാണല്ലോ ആദ്യ അക്ഷരം പഠിക്കുക. അങ്ങനെയാണ്. അത് മൂന്ന് ചേർത്തല്ലേ? അങ്ങനെയല്ല. പഠിപ്പിക്കുന്നതാണ് അദബുൻ. ആദ്യം പഠിപ്പിക്കുന്ന വാക്കാണ് അദബുൻ. ദഅബുൻ. അദബ് ദഅബാകണം. അവന് പഠിപ്പിച്ചു കൊടുക്കുക തുടക്കത്തിലേ തന്നെ. നിൽക്കട്ടെ, അത് വേറൊരു വിഷയമാണ്. ഇപ്പം അതിലേക്ക് തിരിഞ്ഞു പോകും. നിങ്ങൾ ഒരൊറ്റ പറക്കണം. ശംഊനുൽ ഗാസി ഉറക്കെ പറയിൻ റളിയല്ലാഹു അൻഹു. ആ ഉറക്കെ പറഞ്ഞിരുന്നേ ഇപ്പം ഇത്തരം പോകണ്ടായിരുന്നു. പറയാതിരുന്നുകൊണ്ട് രണ്ട് ചരിത്രം കിട്ടിയില്ലേ എന്ന്. അതാണ് ഇപ്പം നിങ്ങളുടെ അവസ്ഥ. ഇവിടെ ശ്രദ്ധിക്ക്. ബഹുമാനപ്പെട്ട ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, ഇസ്രായേലി ജനതയിലുള്ളതാകുന്ന വലിയ മനുഷ്യൻ, അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജാഹദ ഫീ സബീലില്ലാഹി അൽഫ ശഹരിൻ 1000 മാസം തുടർച്ചയായി ഒരൊട്ടകത്തിന്റെ താടിയല്ലുകൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്തു. ഒട്ടകത്തിന്റെ താടിയല്ല് മാത്രമാണ് അദ്ദേഹത്തിനുണ്ട് ആയുധം. വേറെ ഒരായുധമില്ല. വാളില്ല, പരിചയമില്ല, ഒന്നുമില്ല. ഒരൊട്ടകത്തിന്റെ താടിയല്ലുകൊണ്ട് 1000 മാസം നിരന്തരമായി യുദ്ധം ചെയ്യുകയാണ്. ഒന്ന് ചിന്തിക്കണം അദ്ദേഹത്തിൻ്റെ അവസ്ഥ. തൻ്റെ നാട്ടുകാർ, തൻ്റെ അയൽവാസികൾ, തൻ്റെ കൂട്ടുകാരെല്ലാവരും ഇസ്ലാമിനെതിരായി. അദ്ദേഹത്തെ ശത്രുവായി കണ്ടു. അവർക്കെതിരിൽ ഇസ്ലാമിനെ സ്ഥാപിക്കൽ അദ്ദേഹത്തിന് അനിവാര്യമായി. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞ ജനങ്ങളോട് പോരാടി അദ്ദേഹം അടരാടി. എത്ര നാൾ? 1000 മാസം നിരന്തരമായി. 83 വർഷം 4 മാസം നിരന്തരമായി അദ്ദേഹം യുദ്ധം ചെയ്യുക. ഒരൊട്ടകത്തിൻ്റെ താടിയെല്ലുണ്ട്. അദ്ദേഹത്തിന് കിട്ടുന്ന കൂലി എത്രയാണ്? വിശപ്പും ദാഹവുമൊക്കെ അദ്ദേഹത്തിന് ശമിപ്പിക്കുന്നത് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു, ബഹുമാനപ്പെട്ടവർക്ക്, ദേ നിൻ്റെതാകുന്ന ആ ഒട്ടകത്തിൻ്റെതാകുന്ന ഒരു ഭാഗത്ത്, അതിൻ്റെ അടിഭാഗത്തൊരു ദ്വാരമുണ്ട്. ആ താടിയല്ലിൻ്റെ അടിഭാഗത്ത് അത് നീ വായിലേക്ക് ചേർത്ത് വെച്ചാൽ മതി. നിനക്കുള്ള കുടിനീരും ഭക്ഷണവും അവിടെ ലഭിക്കും. മാഷാ അല്ലാ. ഇടയ്ക്കിടയ്ക്ക് ബഹുമാനപ്പെട്ടവർ അങ്ങനെ അത് കഴിക്കും, കുടിക്കും. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഹദീസ്. നിഷേധിക്കാൻ പറ്റൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചരിത്രമാണ്. അതുകൊണ്ട് കേൾക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ താടിയലിൽ നിന്ന് എവിടെ നിന്നാണ് ഇപ്പോൾ ഈ ആഹാരം മുളച്ചു വരുന്നത് എന്ന് ചിന്തിക്കേണ്ട. അതിനാണ് ഞാൻ പറഞ്ഞത്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. സ്വഹീഹായ ഹദീസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചരിത്രമാണ്. വിശ്വസിച്ചേ മതിയാകൂ. വിശ്വസിക്കാത്തവൻ കാഫിറാകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 8000 മാസം നിരന്തരമായി യുദ്ധം ചെയ്തതാകുന്ന മനുഷ്യൻ, അദ്ദേഹം യുദ്ധത്തിൽ വിജയം കൊണ്ടു. ശത്രുക്കൾക്കെതിരിൽ അടരാടി. അദ്ദേഹം ഇസ്ലാമിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി നിലകൊണ്ടു, സംസ്ഥാപനത്തിന് വേണ്ടി നിലകൊണ്ടു. ഇത് കേട്ടതാകുന്ന സ്വഹാബത്ത് ഫബകൗ ബുകാഅൻ ശദീദ, അതിശക്തമായി കരയാൻ തുടങ്ങി. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് കിട്ടിയ കൂലി എത്രയാണ് റസൂലേ? 1000 മാസത്തോളം പരിപൂർണമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഇസ്ലാമിക മാർഗത്തിൽ ധർമ്മസമരം നടത്താൻ അദ്ദേഹത്തിന് കിട്ടിയതാകുന്ന വലിയ സൗഭാഗ്യം. ഗാസിയാണല്ലോ, യോദ്ധാവാണല്ലോ. അദ്ദേഹത്തിന് കിട്ടിയതാകുന്ന ഒരവസരം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നോർത്തുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിരുന്ന് കരയുകയാണ്, സ്വഹാബത്തിരുന്ന് കരയുകയാണ്. കാരണം നമ്മുടെ ആയുസ് എത്രയാണ്? അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ്സെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ കുറഞ്ഞ ആയുസേ ഉള്ളൂ. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വെച്ചുകൊണ്ട് സ്വഹാബത്തിരുന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുമ്പോൾ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ
ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖദർ ഓതിക്കൊടുക്കുകയാണ്. പരിശുദ്ധമായ സൂക്തം അവതീർണമാവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. പരിശുദ്ധമായ ഖുർആൻ അവതീർണമാക്കപ്പെട്ടതായ ദിവസമായി ലൈലത്തുൽ ഖദ്റിനെ അല്ലാഹു വ്യക്തമായി പഠിപ്പിച്ചു നൽകുകയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. പരിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവശത്തേക്ക് മുത്തുനബിയുടെ ചാരത്തേക്ക് അല്ലാഹു 23 വർഷങ്ങൾ കൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് അല്ലാഹു നൽകിയതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പവിത്രമായ ലൈലത്തുൽ ഖദ്റിലാണ്, പുണ്യമാക്കപ്പെട്ടതായ ലൈലത്തുൽ ഖദ്റിലാണ്. ഖുർആൻ ആരൊരുവന് പാരായണം ചെയ്യുന്നുണ്ടോ അവന്റെ ഹൃദയം തെളിയാൻ നിദാനമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പോൾ ഖുർആൻ ഓതിയാൽ ഹൃദയം നല്ലതുപോലെ തെളിയും, ഹൃദയം വിശാലമാകും, ഹൃദയം തുറക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആയാതു ഹഖ്ഖിൻ മിനാ റഹ്മാനി മുഹദസതൂൻ ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم لم تقترم بزمان وهي تخبرنا عن المعاد وعن عاد وعن إرمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പരിശുദ്ധമായ ഖുർആൻ ഇന്നും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിഞ്ഞാൽ പിന്നീട് പറിച്ചെടുക്കാൻ പറ്റൂല. അത്രയേറെ നല്ലതുപോലെ ഹൃദയം തെളിക്കുന്നതാണ് വിശുദ്ധമായ ഖുർആൻ. എത്ര ആളുകൾ ആ ഖുർആനിലൂടെ വിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നവരുണ്ട്, എത്ര ആളുകളുണ്ട്. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു പരിശുദ്ധ പ്രവാചകൻ സൂറത്തു തൂർ ഓതിയപ്പോൾ അതിൻ്റെ ഏതാനും ചില ആമുഖ വരികൾ കേട്ടുകൊണ്ട് ദീനിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والطور وكتاب مسطور في رق منشور والبيت المعمور والسقف المرفوع إن عذاب ربك لواقع ما له من دافع. ഇത്ര കേട്ടതേ ഉള്ളൂ. ബഹുമാനപ്പെട്ടതാകുന്ന ജുബൈർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ദീനിലേക്ക് കടന്നു വന്ന് മുത്തുനബിയുടെ കൈക്ക് പിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു സ്വഹാബിയായി. طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى إلا تذكرة لمن يخشى.
ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദീനിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം പറയേണ്ടതില്ലല്ലോ. ത്വഹ സൂറത്തിൻ്റെ ആമുഖമാണ്. തൻ്റെതാകുന്ന പെങ്ങളും സഹോദരനും കൂടിയിരുന്നുണ്ടുള്ള ഖുർആനിൻ്റെ ഓതൽ കേട്ടുകൊണ്ട് കടന്നു വന്നതാണ്. ഖുർആൻ അത്ര മാസ്മരികതയാണ്. അപ്പോൾ ഖുർആൻ ആ വിശുദ്ധമായ കലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാകുന്ന നമ്മളിലേക്ക് നൽകിയതാകുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. റമദാനിലെ അവസാനത്തെ ഒറ്റയൊറ്റ രാവുകൾ. നമ്മൾ ലൈലത്തുൽ ഖദറിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് 27-ലാണ് അല്ലേ? അവസാനത്തെ ഒറ്റയൊറ്റ രാവുകൾ നിങ്ങൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കണേ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് കിട്ടിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ റമദാൻ 21-ാം രാവാണ്. അങ്ങനെയെങ്കിൽ ലൈലത്തുൽ ഖദർ നമ്മളിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ചില മഹാന്മാരാകുന്ന മഹത്തുക്കളാകുന്ന ആളുകൾ, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള കിബാറും മിന സ്വഹാബ, വലിയ സ്വഹാബത്തിൽപ്പെട്ടതാകുന്ന ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞു റമദാൻ 27-ാം രാവിനെ നിങ്ങൾ പ്രതീക്ഷിക്കണേ. മാഷാ അല്ലാഹ്. അത് വെച്ചിട്ടാണ് നമ്മൾ 27-ാം രാവിലെ എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും ആ രാത്രിയിൽ പ്രത്യേകമായി ഒന്ന് ശ്രദ്ധ ചെലുത്തും. നേരം വെളുക്കുന്നത് വരെ ആ രാത്രി ഒന്ന് ഉറക്കമൊളിച്ച് ഇബാദത്തെടുത്താൽ തീർച്ചയായും രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കാമീൻ പറയുന്ന അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, പടച്ചറബിൻ്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് രാത്രിയിൽ അന്നത്തെ രാത്രിയിൽ ഇബാദത്തെടുത്തുകൊണ്ട് നിലകൊണ്ടാൽ, നിസ്കാരം നിർവഹിച്ചാൽ അവൻ്റെ മുൻപാപങ്ങളെല്ലാം ചെറുപാപങ്ങളും പൊറുക്കാൻ കാരണമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പാപം പൊറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന രാവാണിത്. നിൽക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിൽ അടുത്തായ തോതുകയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. പരിശുദ്ധമാക്കപ്പെട്ടതായ ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാകുന്ന രാവാൻ. ആർക്കാണിത് പറഞ്ഞു കൊടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഏത് സ്വഹാബത്തിന്? ശംഊൻ അൽ ഗാസി റളിയല്ലാഹു അൻഹു എന്ന ഇസ്രായേലി ജനതയിൽപ്പെട്ടതാകുന്ന വലിയൊരു വിലായത്ത് എത്തിച്ചതാകുന്ന മഹാനുഭാവൻ്റെതാകുന്ന ചരിത്രം കേട്ടുകൊണ്ട് കരഞ്ഞ സ്വഹാബത്തിന്. എന്തിനാ അവർ കരഞ്ഞത്? 1000 മാസങ്ങളോളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്താൻ സൗഭാഗ്യം ലഭിച്ചല്ലോ അദ്ദേഹത്തിന്. ആ ഒരു അവസ്ഥാവിശേഷം ഞങ്ങൾക്ക് ലഭിക്കില്ലല്ലോ എന്നോർത്തിട്ട് കരയുകയാണവർ. കാരണം എന്താണ്? അത്രത്തോളം ആയുസ് ഞങ്ങൾക്കില്ലല്ലോ എന്നോർക്കാണ്. ഞങ്ങൾക്ക് അത്രത്തോളം ആയുസ് കിട്ടുമോ പടച്ചറബ്ബേ എന്നോർത്തിട്ട് കരയാണ്. 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ് ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് റസൂലുള്ള പറഞ്ഞു. 83 വർഷവും 4 മാസമാണ് 1000 മാസം എന്ന് പറയുന്നത്. അപ്പോൾ 1000 മാസം അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ യുദ്ധം നടത്താൻ അവസരം ലഭിച്ചു. ആ ഒരവസ്ഥ ഞങ്ങൾക്ക് കിട്ടുമോ എന്നോർത്തിട്ട് കരയുകയാണ്. അവർക്ക് മുമ്പിൽ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നു ഖുർആൻ ഓതിയിട്ട്, ഈ ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രത്യേകത ഒന്ന്, 1000 മാസങ്ങളെക്കാൾ ഇബാദത്തെടുക്കുന്നതിൻ്റെ നേട്ടമാണ്. 1000 മാസം ഇബാദത്തെടുക്കുന്നതെന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്താ പറയേണ്ടത്? ശ്രദ്ധിക്കണേ നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്താ പറയേണ്ടത്? ലൈലത്തുൽ ഖദ്രി ഖൈറു അൽഫി ശഹ്രിൻ, അങ്ങനെയാണ് പറയേണ്ടത്. എന്ത് പറയേണ്ടതില്ല? മിൻ പറയേണ്ടതില്ല. ലൈലത്തുൽ ഖദ്രി ഖൈറു അൽഫി ശഹ്രിൻ, 1000 മാസം ശ്രേഷ്ഠതയുള്ളതാണ്. ശംഊൻ അൽ ഗാസിക്ക് കൊടുത്തതുപോലെയുള്ളതാകുന്ന ഒരു രാത്രിയാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് അല്ല അള്ളാഹു പറഞ്ഞത്. അദ്ദേഹം 1000 മാസം തുടർച്ചയായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു. ഇതൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ. എന്താണ് ഇവിടെ അള്ളാഹു പറഞ്ഞത്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. ഇതിൽ മുത്തഅല്ലിമീങ്ങളുണ്ട്, അവർക്കത് മനസ്സിലാകും. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠത. അപ്പോൾ എത്രയാണത്? 1000 മാസങ്ങളെക്കാൾ എന്ന് പറഞ്ഞാൽ 5000 ആണോ? ഉറപ്പിക്കാൻ പറ്റൂല. 10000 ആണോ? ഉറപ്പിക്കാൻ പറ്റുമോ? പറ്റൂല. 1,00,000 ആണോ? ഉറപ്പിക്കാൻ പറ്റുമോ? പറ്റൂല. 10 ലക്ഷമാണോ? പറയാൻ പറ്റൂല.
1 കോടിയാണോ? അല്ലാഹു അഅലം. അതിന്റെ അർത്ഥം അതാണ്. പടച്ചവനല്ലാതെ വേറെ ആർക്കും അറിയില്ല. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാകുന്ന രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന പവിത്രമായ രാവെന്ന് വിശുദ്ധമായ ഖുർആൻ. 1000 മാസം ഇബാദത്തെടുത്താൽ കിട്ടുന്നതാകുന്ന കൂലി നിങ്ങൾക്ക് ഈ ഒറ്റ രാത്രിയിൽ ഇബാദത്തെടുത്താൽ കിട്ടുമെന്നല്ല പറഞ്ഞത്. 1000 മാസങ്ങളെക്കാൾ കൂടുതൽ കൂലി നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഈ പറഞ്ഞത്. മനസ്സിലാക്കണം. ഇപ്പം ഞാൻ പറയാണ്, അദ്ദേഹം എനിക്കൊരു 1000 രൂപയേക്കാൾ കൂടുതൽ തരാനുണ്ട് എന്ന് ഞാൻ ഒരാളെ ചൂണ്ടി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ മുകളിൽ എത്ര പറയാം നിങ്ങൾക്ക്? 5000 പറയാം, 10000 പറയാം, 1 ലക്ഷം പറയാം, 10 ലക്ഷം പറയാം. കാരണം 1000 രൂപയേക്കാൾ കൂടുതലെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നതുപോലെ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാകുന്ന രാവാണ്. അഥവാ 1000 മാസങ്ങൾ ഇബാദത്തെടുക്കുന്നതിനേക്കാൾ പവിത്രതയുള്ളതാകുന്ന രാവാണ്. നിങ്ങൾക്ക് ഈ ഒരൊറ്റ രാത്രിയിൽ ഇബാദത്തെടുക്കുന്നതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുക എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇസ്രായേലി ജനതയിൽപ്പെട്ടതാകുന്ന വലിയ യോദ്ധാവായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൽപ്പെട്ട മഹാനുഭാവനാകുന്ന ശംഊനുൽ ഖാസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം 1000 മാസത്തോളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരൊട്ടകത്തിൻ്റെ താടിയൊല്ലുകൊണ്ട് ധർമ്മസമം നടത്തി വിജയിച്ചതാകുന്ന വിജയശ്രീലാണിതനാകുന്ന ബഹുമാനപ്പെട്ടവർക്ക് നൽകുന്ന കൂലിയേക്കാൾ നിങ്ങൾക്കൊരൊറ്റ രാത്രി ഇബാദത്തെടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഒറ്റ രാത്രി നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ രാത്രി ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാനത്തെ ഒറ്റ രാത്രികൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. തഹറൗ ലൈലത്തുൽ ഖദ്രി ഫി അശ്രിൽ അവാഖിരി മിൻ റമളാൻ, റമളാനിൽ അവസാനത്തെ ഒറ്റ രാത്രികൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ കിട്ടാൻ വേണ്ടി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ ശദ്ദം ഇസറഹു, പ്രവാചകർ തൻ്റെ മുണ്ട് ഒന്നുകൂടി അരക്കിട്ട് നല്ലതുപോലെ അരയിലേക്കൊന്ന് ഉറപ്പിക്കും. എന്തിനാണത്? തഹയ്യുവിന് വേണ്ടിയാണ്. അവസാനത്തെ 10 എന്തുള്ളത്? ലൈലത്തുൽ ഖദ്ർ ഉള്ളത്. അത് എനിക്ക് വിട്ടുപോകാൻ പാടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ ഒന്ന് ഒരുങ്ങി തയ്യാറാവുകയാണ്. വയഅ്തസിലു നിസാഅഹു, തൻ്റെ ഭാര്യമാരെ ആ 10 ദിവസം പരിപൂർണമായി കുടുംബത്തെ ഒഴിവാക്കും. അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ അടുക്കലേക്ക് പോവില്ല, പിന്നെ പള്ളിയിൽ തന്നെ ഇഅ്തികാഫ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കണത്. അവസാനത്തെ 10 പരിപൂർണമായി. ആ 20 വരെ അപ്പം അതിനർത്ഥം എന്താ? കുടുംബത്തോടൊപ്പം ഉണ്ട്. അവസാനത്തെ വർഷം മുത്തുനബി ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന അവസാനത്തെ വർഷമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 ദിവസം തുടർച്ചയായി 11 to 30 വരെ തുടർച്ചയായിട്ട്, അഥവാ റമദാൻ 11 മുതൽ 30 വരെ പൂർത്തിയായി ഇഅ്തികാഫിരുന്നു. നബിതങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുന്ന ആ വർഷം അതൊഴിച്ച് ബാക്കിയുള്ളതിന് മുമ്പുള്ള എല്ലാ വർഷങ്ങളും 10 ദിവസം പള്ളിയിൽ ഇഅ്തികാഫിരിക്കും. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ജുമാഅത്ത് പള്ളിയാണോ ചെറിയ തൈക്കാവാണോ നമുക്ക് ഇഅ്തികാഫിരിക്കാൻ ഏറ്റവും ആഭിമുഖ്യം? ശാഫി മദ്ഹബിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ജുമാഅത്ത് പള്ളി തന്നെയാണ്. അതാണ് കൂടുതൽ കൂലി. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇഅ്തികാഫിരിക്കണം പുരുഷന്മാർ, ഇഅ്തികാഫിരിക്കണം, പരിപൂർണമായി ഇഅ്തികാഫിരിക്കണം. അവസാനത്തെ 10 കഴിയുന്നതിൻ്റെ പരമാവധി അത് ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല, ആവശ്യമില്ലാതെ സംസാരിക്കാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ഓതൽ തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അദ്ദേഹം ആ സമയത്ത് തഅല്ലുമ തഅലീം എല്ലാം മാറ്റിവെച്ച് വിശുദ്ധമായ ഖുർആൻ ഓതാൻ വേണ്ടി തന്നെ നിലകൊള്ളും. സുബഹി കഴിഞ്ഞ് അങ്ങനെ ഇരിക്കും, ഖുർആൻ ഖത്മ് തീർക്കും. വൈകുന്നേരം മഗ്രിബ് ആകുമ്പോൾ ഒരു ഖത്മ് പൂർത്തീകരിക്കും. റമദാനിൽ മഗ്രിബ് കഴിഞ്ഞ് അടുത്തത് തുടങ്ങി വെക്കും. തഹജ്ജുദിൻ്റെ സമയമാകുമ്പോൾ 2ാമത്തെ ഖത്മ് പൂർത്തീകരിക്കപ്പെടും. ഒരു ദിവസം 2 ഖത്ം. സുബ്ഹാനല്ലാഹ്. അബൂ ഹനീഫ ഇമാമുൻ തദൈവ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒക്കെ ഇതേ രീതിയാണ്. റമളാനിൽ 2 ഖത്തം ഡെയിലി, റമളാൻ അല്ലാത്തപ്പോൾ 1 ഖത്തം ദിവസമാണ് ഈ പറയുന്നത്. നമ്മളൊരു മാസം തീരാറായി, ഇതുവരെ 1 ഖത്തം പൂർത്തീകരിക്കാത്ത ആളുകൾ, ഇതുവരെ ഖുർആനൊന്നും തുറക്കാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നമുക്കെങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? റമളാൻ കൊണ്ട് നമ്മളെങ്ങനെ വിജയിച്ചവരാകും? റമളാൻ കൊണ്ട് എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാകും? റമളാനിന്റെ പൊരുത്തം നമുക്കെങ്ങനെ ലഭിക്കും? നാളെ നമുക്കെതിരായി റമളാൻ സാക്ഷിപത്രമാകില്ലേ? തീർച്ചയാണ്. കാരണം വിശുദ്ധമായ റമളാനിന് അല്ലാഹു മഹത്വം നൽകിയത് തന്നെ ഈ വിശുദ്ധമായ ഖുർആൻ അവതീർണമായതുകൊണ്ടാണ്.
മുമ്പും നോമ്പുണ്ടായിരുന്നു, റമദാനുണ്ട്. അതല്ലേ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ പറയാൻ കാരണം എന്താ? മുമ്പുമുണ്ടായിരുന്നു വിശുദ്ധമായ നോമ്പ് റമദാൻ. പക്ഷെ ഈ റമദാനിലുള്ള പ്രത്യേകത നമുക്കെന്താ പ്രത്യേകത? വിശുദ്ധമായ ഖുർആൻ അവതീർണമായിരിക്കുന്നു. വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ ഒറ്റ രാവകാന്ന് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന പുണ്യമാക്കപ്പെട്ട രാവിൽ, അതാണ് ഏറ്റവും കൂടുതൽ മഹത്വം. ആ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞതാകുന്ന രാവുകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നിങ്ങൾ അർപ്പിക്കണേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം പറഞ്ഞിരിക്കുന്ന രാവാണ് വിശുദ്ധമായ 27-ാം രാവ്. മാത്രമല്ല, ഇമാം ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ലതായിഫുൽ മആരിഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, വെള്ളിയാഴ്ച രാവ് കൂടി ചേർന്ന് വന്നാൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ അന്ന് കൂടുതലായി പ്രതീക്ഷിക്കണേ. കാരണം എല്ലാ വെള്ളിയാഴ്ച രാവിനും എന്തുണ്ട്? ഇജാബത്തുണ്ട്. 5 രാവുകൾ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നാണ് അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിന്റെ ആദ്യത്തെ രാവ്. വലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15-ാം രാവ്. പിന്നൊന്ന് ലൈലത്തെ ഈദുൽ ഫിത്രി വലൈലത്ത് ഈദുൽ അദ്ഹ, വലിയ പെരുന്നാൾ രാവ്, ചെറിയ പെരുന്നാൾ രാവ്. ഇതൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നത് എന്തിനാണെന്നറിയോ? ചെറിയ പെരുന്നാൾ വരികയാണ്, രാത്രിയിൽ നല്ല പോത്ത് കിട്ടുന്ന എവിടെയാന്ന് ഓർത്ത് മാരാരിത്തോട്ടത്ത് കിടന്ന് കറങ്ങണ്ട. അതിനാ നേരത്തെ പറയുന്നത്. ലൈലത്തെ ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ രാവ് ദുആഇന് ഇജാബത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖംസു ലയാലിൻ ലാ യുറദ്ദു ഫീഹാ ദുആഉൻ, എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുന്ന 5 രാവ്. ദുആഉൻ എന്ന് നെക്കറയായി പറഞ്ഞത് അവിടെ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നു. എന്ത് ചോദിച്ചാലും, ഇന്നതെന്നില്ല, എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുന്ന 5 രാവ്. ഒന്ന് നമുക്ക് കഴിഞ്ഞുപോയി, ഒന്നല്ല 2 എണ്ണം. ഏത്? റജബിൻ്റെ ആദ്യത്തെ രാവും കഴിഞ്ഞുപോയി, ശഅബാനിൻ്റെ 15-ാം രാവും കഴിഞ്ഞുപോയി. നമുക്ക് മുമ്പിലുള്ളതാകുന്ന ഇനിയുള്ള 3 രാവുകളുണ്ട്. അതിൽ ഒന്നാണ് ലൈലത്ത് ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ രാവ്. വലൈലത്ത് ഈദുൽ അദ്ഹ, വലിയ പെരുന്നാൾ രാവ്. അധിക ആളുകൾ റമദാൻ മുഴുവനും ഹയാത്താക്കും, പെരുന്നാളിൻ്റെ രാവ് കൊണ്ട് കളയും. ആ രാവ് ദുആ ചെയ്താൽ ഇജാബത്താൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇമാം ഗസാലി തങ്ങൾ ഇത് തന്നെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ 15 രാവുകൾ പറയുന്ന കൂട്ടത്തിൽ ഇതും എണ്ണിയിട്ടുണ്ട്. 15 രാവുകളെയാണ് അദ്ദേഹം ഒരു മനുഷ്യൻ വർഷത്തിൽ ഹയാത്താക്കണമെന്ന് എണ്ണിയിട്ടുള്ളത്. അതിൽ ഗസാലി ഇമാം ഈ 5 രാവും എണ്ണിയിട്ടുണ്ട്. ഒന്ന് ലാസ്റ്റത്തത് ലൈലത്ത് ജുമുഅ, വെള്ളിയാഴ്ച രാവ്. റജബ്, ശഅബാൻ 15-ാം രാവ്, ചെറിയ പെരുന്നാൾ രാവ്, വലിയ പെരുന്നാൾ രാവ്, വെള്ളിയാഴ്ച രാവ്. അതുകൊണ്ടാണ് പണ്ട് കാലം മുതലേ നമ്മൾ വെള്ളിയാഴ്ച രാവിന് നമ്മുടെ കുടുംബങ്ങളിൽ മാഹാത്മ്യം കൽപ്പിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കലില്ലെങ്കിലും അന്നത്തെ ദിവസം പ്രത്യേകമായി ദിക്ർ ചൊല്ലുകയും സ്വലാത്ത് ചൊല്ലുകയും നമ്മുടെ ഈ അൻവാറിൽ നടന്നു വരുന്നതാകുന്ന സ്വലാത്തിൻ്റെ എല്ലാ ആഴ്ചകളിലും വെള്ളിയാഴ്ച രാവാണ് നടന്നു വരുന്നത്. ഇജാബത്തുള്ള ദിവസമാണത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആര് പറഞ്ഞതായത്? ഹബീബായ റസൂലുള്ളാഹി. ഞാൻ വേറൊന്നുകൂടെ പറയുന്നില്ല, ആയത്തോ ഹദീസ് ഓതി അല്ലാതെ വേറൊന്നുകൂടെ പോകുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോകാൻ. വെള്ളിയാഴ്ച രാവാണത്. അതുകൊണ്ട് ആ സദസ്സിലൊക്കെ മുടങ്ങാതെ കൃത്യമായി പങ്കെടുക്കണം നമ്മൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിൻ്റെ വാർഷികം കൂടിയാണ്, ആ സ്വലാത്തിൻ്റെ വാർഷികം കൂടിയാണ് ഈ സദസ്സ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിൽ പങ്കെടുത്തവർക്കും ഇനി പങ്കെടുക്കാൻ വേണ്ടി ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നിയ്യത്ത് ചെയ്യുന്നവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിൽക്കട്ടെ, ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസം അമൽ ചെയ്താൽ കിട്ടുന്ന കൂലി എന്ന് ഇനി ആരും അർത്ഥം വെക്കരുത്. എന്താണ് അവിടെ അർത്ഥം? ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. അതെത്രയാണെന്ന് ആർക്കും അറിയില്ല, അല്ലാഹു അഅലം. അതാണ് പ്രബലമായ അർത്ഥം. തീർന്നില്ല. രണ്ടാമത്തെ പ്രത്യേകത, ആ രാത്രിയുടെ രണ്ടാമത്തെ അടുത്തൊരു പ്രത്യേകത ഇതാ പറയുന്നു, കേട്ടോ, വേഗം നിർത്തും കേട്ടോ, നമുക്കിവിടെ ദുആയിലേക്കുള്ളതാണ്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. ആ രാത്രിയിലാണ് മറ്റൊരു പ്രത്യേകതയായി വിശുദ്ധമായ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്, സിദ്റത്തുൽ മുന്തഹയിൽ നിന്ന് മലായികത്തുകൾ പ്രത്യേകമായി ഇറങ്ങുന്നതായ രാവാണ്. പവിത്രമാക്കപ്പെട്ടതാകുന്ന ചില മലക്കുകൾ അന്നത്തതാകുന്ന രാവിൽ ഖാസായി അല്ലാഹു ആകാശലോകത്ത് നിറക്കുമേ, സിദ്റത്തുൽ മുന്തഹയിൽ നിന്ന് ഇറക്കുമേ. മലക്കുകൾ ഇറങ്ങുന്ന രാവാണ്. ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമും കടന്നു വരുന്ന രാവാണ്. ശ്രദ്ധിക്കണേ,
എന്താ ഇവിടെ പറഞ്ഞത്? മലക്കുകൾ ഇറങ്ങും. അപ്പം മലക്കുകൾ ഇറങ്ങാന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. കാരണം മലക്ക് ഡെയിലി ഇവിടെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, ഒരാൾ ഇൽമിൻ്റെ സദസ്സിൽ അവിടെ നിന്നുണ്ടാവും, മലക്കിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ഒരു മുത്തഅല്ലിം ഇൽമു പഠിക്കുമ്പോൾ അവന് ആരുടെ ചിറക് വിരിച്ചു കൊടുക്കും? ആരുടെ? മലക്കിൻ്റെ ചിറക് കീഴിലായിരിക്കും നിലകൊള്ളുക. ഇതൊക്കെ ഹദീസാൻ, ആർക്കും തള്ളിപ്പെടാൻ പറ്റൂല, നിഷേധിക്കാൻ പറ്റാത്ത ഹദീസാണ്, ശ്രേഷ്ഠമായ ഹദീസുകളാണ്. അപ്പോൾ മലക്കുകൾ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാ രാത്രിയിലും പകൽ ഇവിടെ മലക്കുകൾ ഇറങ്ങുന്നുണ്ട്. പിന്നെന്തിനാ ഈ ലൈലത്തുൽ ഖദ്റിൽ മലക്കിറങ്ങുന്നത് എന്ന് പറഞ്ഞത്? ഇത് സാദാ സീതാ മലക്കല്ല, സ്ഥിരമായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലക്കുകളല്ല ഈ ഇറങ്ങുമെന്ന് പറഞ്ഞത്. ഇത് സിദ്റത്തുൽ മുന്തഹയിൽ നിന്ന് പ്രത്യേകമായി ചില മലക്കുകളെ അള്ളാഹു ലൈലത്തുൽ ഖദ്റിൽ മാത്രമായി ഇറക്കും. അവരതിന് മുമ്പ് ഇറങ്ങിയിട്ടില്ല, അതിന് ശേഷവും ഇറങ്ങിയിട്ടില്ല. അങ്ങനത്തെ ചില മലക്കുകൾ. അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്? തനസ്സലുൽ മലായികത്തു എന്ന മലക്കുകളുടെ പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പറഞ്ഞത് അതുകൊണ്ടാണ്. വേറെയും ആയത്തുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ വരുമെന്ന് പറഞ്ഞ ആയത്ത് വേറെയുണ്ട്. ഇതാ ഒരായത്ത് സൂറത്തുൻ നബഇന്റെ അവസാന ഭാഗം ഒന്ന് ഓതി നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ലിൽ മുത്തഖീന മഫാസൻ ഹദായിഖ വഅഅനാബ വകവാഇബ അത്റാബൻ വകഅസൻ ദിഹാഖ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബ റബ്ബിസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا. അവിടെ എന്താ പറഞ്ഞത്? يوم يقوم الروح والملائكة صفا. നാളെ മഹ്ശറിൽ മറ്റു മലക്കുകൾ കാണുന്ന ദിവസം ഏത് ദിവസം? പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലാണ്. അവരാണ് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. അവരുടെയും ക്യാപ്റ്റനാണ് ആര്? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. എല്ലാവരുടെയും ക്യാപ്റ്റനാണ്. മാഫി സമാഇ മലക്കുൻ ഇല്ലാ വയുഅ്തി ജിബ്രീൽ ഷഫീഉന റസൂലുള്ളാഹി. ആകാശലോകത്ത് ഒരൊറ്റ മലക്കില്ല ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന് വഴിപ്പെടാത്തതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മലക്കും വഴിപ്പെടും. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം അവർ വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നത് ആളാര്? സാധാരണക്കാരനാണോ? സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവർ അമ്പിയാക്കളല്ലാതെ മറ്റൊരു വ്യക്തിയിലേക്ക് പോകാറില്ല. ആരെങ്കിലും പോവോ? വഹി എത്തിച്ചു കൊടുക്കുന്ന വ്യക്തിയല്ലേ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങാണ്. സാദാ സീതാ ജനങ്ങളിലേക്ക്, നമ്മളിലേക്ക് ബഹുമാനപ്പെട്ടവർ ഇറങ്ങാൻ. ജിബ്രീൽ അലൈഹിസ്സലാം സാധാരണ വ്യക്തിയല്ല. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമും മലക്കുകളും കൂടി ഇറങ്ങുകയാണ്. ആ മലക്കുകളുടെ എണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടില്ല. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. സിദ്റത്തുൽ മുന്തഹയിൽ നിന്ന് പ്രത്യേകമായി ലൈലത്തുൽ ഖദ്റിൽ മാത്രമായി ഇറങ്ങുന്നതായ ഖാസായ പ്രത്യേകമായ മലക്കുകളുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. ഈ ഭൂമിയിൽ പടച്ച റബ്ബിനെ ഇബാദത്ത് എടുത്തുകൊണ്ട് നിലകൊള്ളുന്നതായ സർവ്വർക്കും ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ തറാവീഹ് നിസ്കരിക്കുന്ന, വിത്ർ നിസ്കരിക്കുന്ന, തസ്ബീഹ് നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, ദിക്ർ ചെല്ലുന്ന, സലാത്ത് ചെല്ലുന്ന, ഇസ്തിഗ്ഫാർ ചെല്ലുന്ന, പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും പ്രത്യേകമായി കാരുണ്യം ചൊരിയുകയാണ്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതം വരെയും ഓരോ മുഅ്മിനിന്റെയും മുഅ്മിനത്തിന്റെയും വീടുകളിൽ വന്നുകൊണ്ട് അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അവർക്ക് സലാം പറയും മലക്കുകളെന്ന് വിശുദ്ധമായ ഖുർആൻ. നാം അറിയാതെ നമ്മുടെ കൈവശം വന്നുകൊണ്ട് അവർ പിടിക്കുന്നുണ്ട്. പാതിരാത്രി സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് ലൈലത്തുൽ ഖദ്റിൽ ദുആ ചെയ്യാൻ തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ അടുക്കലേക്ക് മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിടുകയാണ്. മലക്കുകൾക്ക് പോലും അസാധാരണമാകുന്ന മലക്കുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സിദ്റത്തുൽ മുന്തഹിൽ നിറക്കുന്നത്. ആ മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാമുമായി കടന്നു വന്നുകൊണ്ട് നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി സലാം പറയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ.
അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്നുകൊണ്ട് രക്ഷാകവചനം ചൊല്ലുന്ന വീടായി മാറിയാൽ പിന്നെ രക്ഷപ്പെട്ടില്ലേ? അവർ വന്ന് ദുആ ചെയ്താൽ രക്ഷപ്പെട്ടില്ലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. 3 ആളുകൾക്ക് സലാം പറയൂല, 3 ആളുകൾക്ക് സലാം പറയൂല. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഒരുപാട് എണ്ണം മഹത്തുക്കൾ വിവിധങ്ങളാകുന്ന ഇമാമിങ്ങൾ പറയുന്നുണ്ട്, 18 വരെ പറഞ്ഞിട്ടുണ്ട്. 3 ആളുകളെ ഹദീസിൽ വന്നത് ഞാൻ എടുത്തു പറയാൻ. 3 ആളുകൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇത്രയേറെ പവിത്രമായ രാവ് 1000 മാസങ്ങളെക്കാളെന്ന് കരുതി ചിലരിങ്ങനെ കുറിച്ച് വെച്ചിരിക്കുക 83 വർഷവും 4 മാസവും ചെയ്ത ഇബാദത്താണ് ഇന്നത്തെ രാത്രി കിട്ടുന്നത്. അങ്ങനെയല്ല. നമ്മളിപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കിയിട്ട് എങ്ങനെയാണ്? അതിനേക്കാൾ എത്രയാണെന്ന് കണക്കില്ല. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്.